Hi. Yes? Accident cases? Maria Thomas, over there. Yeah. Hi. Hi. Excuse me. Yes? What can I do for you? എൻ്റെ കാറിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ഐ മീൻ ഇറ്റ്സ് നോട്ട് ആൻ ആക്സിഡന്റ് ആക്ച്വലി, ഹിറ്റ് ആൻഡ് റൺ. വേറൊരു കാർ വന്ന് ഇടിച്ചിട്ട് നിർത്താതെ പോയി. ഇതാണ് ആ കാറിന്റെ നമ്പർ. എനിക്കിതിന്റെ ഓണറിന്റെ അഡ്രസ് ഒന്ന് വേണം, ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ. Gautam Menon, flat 23C, Silver Sand apartment, Almectum Street. Thank you. You're welcome. Excuse me. Yes? ഒരു ചിരി ഉണ്ടാവോ കുറച്ചെടുക്കാൻ? Hey, Cassie. Naughty. Bye. I will miss you. I'll miss you too. നാളെ ഇത് സമയം? നാളെ ഇത്? No. Make it 8 o'clock. I love you. I love you too, Julia. Maria. I am sorry, Maria. എന്താണെന്നറിയില്ല, തന്റെ മുഖത്തിന് ജൂലിയ എന്ന പേരെ കൂടുതൽ ചേരുക. ഓക്കെ? എന്തോന്ന് നോട്ടാടോ ഇത്? ഒരു സ്ത്രീയല്ലേ? സാറിന്റെ കൂടെ കൂടി ഞാൻ എന്റെ ഭാര്യയെ പോലും ഇപ്പൊ ഇങ്ങനാ നോക്കുന്നു. എന്നിട്ട് എന്തായി? ഡീറ്റെയിൽസ് കിട്ടിയോ? കാർ ആ പറഞ്ഞ ആളുടെ തന്നെയാ, ഗൗതം മേനോൻ. 2 കുട്ടികളിൽ മൂത്തവളാണ് നിധി. സൽസ ഡാൻസിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ഇളയതൊരു ചെക്കൻ ഗോകുൽ, എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ. അവൻ ഏത് പാതാളത്തെ വെള്ളം പഠിക്കരുത്. അവളുടെ കാര്യം പറ. അവൾ നേരത്തെ ബുക്ക്ഡാണ്. ചെറുക്കന്റെ പേര് അരുൺ നായർ. മാലിന്യത്തിൽ നിന്ന് എങ്ങനെ കുക്കിംഗ് ഗ്യാസ് ഉണ്ടാക്കാവുന്ന വിഷയത്തെ കുറിച്ച് റിസർച്ച് ചെയ്തു. 2 മാസം മുമ്പ് അവർ തമ്മിൽ എവിടെയോ വെച്ച് കണ്ടുമുട്ടി പ്രേമത്തിലുമായി. അരുൺ നായർ. വിഭവസമൃദ്ധമായ സദ്യ ദിവസവും 3 നേരം മുട്ടില്ലാതെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ ബാക്കിയുള്ളവരുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരുന്നത്? എടോ, ഡോക്ടർക്ക് പ്രേമിക്കാം, എഞ്ചിനീയർക്ക് പ്രേമിക്കാം, പൂക്കച്ചവടക്കാരനെ തീർച്ചയായിട്ടും പ്രേമിക്കാം. പക്ഷെ മാലിന്യത്തിൽ നിന്ന് കുക്കിംഗ് ഗ്യാസ് ഉണ്ടാക്കുന്നവൻ, അത് നൃത്തം പഠിക്കുന്ന ഒരു പെൺകൊച്ചിനെ എന്തായാലും അവരോടൊക്കെ പിരിയും. അത് എത്രയും നേരത്തെ ആക്കി കൊടുത്താൽ നമുക്കതിനുള്ള പുണ്യം കിട്ടും. Samira? Yes, ma'am. This is our brightest student, Samira. Hi. Hi. ഇത് എനിക്കറിയാം, Casanova, the flower seller. He's a friend of our board member, Mr. Abhijit. Okay. Salsa ചില basic steps പഠിക്കാൻ വേണ്ടി വന്നതാ. Just some basic knowledge. It's a matter of just an hour or so. If you could help him. Sure, my pleasure. Let's go. Thank you. Yeah, sure. So this way. Okay. Please. So tell me, sir. Salsa പഠിച്ചിട്ടുണ്ടോ മുൻപ്? പഠിച്ചിട്ടുണ്ടെന്ന് തോന്നണം, അതാണ് ആവശ്യം. 1 മണിക്കൂറുണ്ടോ? അയ്യോ, നാളെ അരങ്ങേറ്റം നടത്താനൊന്നുമില്ല.
ചെറിയൊരു കാറ്റിൽ കയ്യിലിരിക്കുന്ന മുല്ലപ്പൂവിൽ നിന്ന് ഒരു ഇത്തിരി പൂമ്പൊടി ഇങ്ങോട്ട് പറത്തി വിട്ടാൽ മതി. സർ, ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. എന്നാലും ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കാം. ആ ഇറ്റാലിയൻ മോഡലില്ലേ സലോമിയ, അവരായിട്ട് എന്തിനാ പിണങ്ങിയത്? പിണങ്ങിയെന്നാരാ പറഞ്ഞു? ഞാൻ വായിച്ചല്ലോ, നിങ്ങൾ തമ്മിൽ പിണങ്ങിയെന്നും അവർക്ക് ഡിപ്രഷൻ വന്നെന്നും. അതവരല്ല, ഇറ്റ് വാസ് ഏഡ്രിയാന, സ്പാനിഷ് ബാങ്കർ. ഓ, ഏഡ്രിയാന, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അവര് പിന്നെയും കല്യാണം കഴിച്ചു അല്ലേ? ഭർത്താവ് മർച്ചന്റ് നേവിയില, 6 മാസമേ കരയിലുണ്ടാവും. How about moving on? Sure. ഒരൊറ്റ സ്റ്റെപ്പ്, ചെയ്യാനും കാണാനും സുഖമുള്ള ഒരു റൊമാൻറ്റിക് സ്റ്റെപ്പ് ബസ്. സർ, നൺ ഓഫ് മൈ ബിസിനസ്. എന്നാലും എന്തിനാ അങ്ങനെ ഒരു സിംഗിൾ സ്റ്റെപ്പ്? എന്തിനാ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പഠിത്തം? എന്തിനാ കോണ്ടാക്ട് ലെൻസ് വെക്കാതെ ഈ കണ്ണിന്റെ ഭംഗി ഇങ്ങനെ നശിപ്പിക്കുന്നത്? എന്തിനാ ഇത്ര രസമുള്ള മുടി ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? നൺ ഓഫ് മൈ ബിസിനസ്. Come on. La pantera con el mambo muy sabrosito va a bailar para gozar. Ay, mira, yo quiero que bailes este mambo que está bueno y rico ya que canto. ഇത് നിങ്ങൾ എടുത്ത ഫോട്ടോസ് അല്ലേ? അതെ. ഷീസ് മൈ ഫിയാൻസി. ഇതിൽ ഇവളുടെ പ്രസൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഞാനല്ലല്ലോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഹൗ ഡെയർ യു അരുൺ, ഇയാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇവരിതെന്തോ മാനിപ്പുലേറ്റ് ചെയ്തതാണ്. ഐ ആം ഗോയിങ് ടു സൂ യു ഫോർ ദിസ് ക്രാപ്പ്, ഓക്കേ? ആരയാൾ? കാസിനോവ. ഈ സീസണിൽ എന്റെ ക്യാമറയിൽ ഏറ്റവും കൂടുതൽ വന്ന് കയറാറുള്ള മുഖം. ഇയാൾ ദുബൈയിൽ വന്നിറങ്ങുന്ന ദിവസം മുതൽ അച്ഛന്മാർക്കും ആങ്ങളമാർക്കും ഭർത്താക്കന്മാർക്കും കാമുകന്മാർക്കും ഒക്കെ പിന്നെ ഇരിക്കപ്പുറതിയില്ല. അതുവരെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന പെണ്ണുങ്ങൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ട്യൂഷൻ, കുക്കിംഗ് ക്ലാസ്, ഹെൽത്ത് ക്ലബ്, ഷോപ്പിംഗ്. സംശയം തോന്നി അന്വേഷിച്ച് ചെല്ലുമ്പോ അങ്ങനെ ഒരു ട്യൂഷൻ സെന്റർ ഉണ്ടാവില്ല, ഹെൽത്ത് ക്ലബ് ഉണ്ടാവില്ല, കുക്കിംഗ് ക്ലാസ് പോയിട്ടൊരു ചായക്കട പോലും ഉണ്ടാവില്ല. അപ്പോ പിന്നെ ഇത് എവിടാന്നറിയാൻ തിരക്കി പോകുന്ന ആണുങ്ങളുടെ എല്ലാം അന്വേഷണം ചെന്ന് അവസാനിക്കുന്നത് ഒരേ സ്ഥലത്താണ്, ഗ്രാൻഡ് ഹയത്തിലെ സ്വീറ്റ് നമ്പർ 405. ഞാനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. അയാൾ ദുബൈയിലുള്ള സമയത്ത് എന്റെ ക്ലയൻസ് ആയിട്ടുള്ള എല്ലാ മാഗസിൻകാർക്കും അയാളെക്കുറിച്ചുള്ള ഗോസിപ്സും ഫോട്ടോസും മതി. പിന്നെ ഈ സീസണിൽ ഇവിടെ ഇതുപോലെയുള്ള ബഹളങ്ങളൊക്കെ പതിവാണ്. അരുൺ, എന്ത് കാര്യത്തിനാ നമ്മൾ ഇയാളുടെ ലെക്ചർ കേട്ട് നിൽക്കുന്നത്? ഐ വിൽ ഷോ ദിസ് ബ്ലഡി ഫ്രോഡ്. ഡോണ്ട് വറി, എനിക്കറിയാവുന്നിടത്തോളം ഒരാളെ 2 ആഴ്ചക്കുള്ളിൽ കൊണ്ടുനടക്കാറില്ല കാസിനോവ. ആ കണക്കിന് നോക്കുമ്പോ ഈ കാലാവധി നാളെ കൊണ്ട് തീരും. ഹൗ ഡെയർ യു! ഇയാൾ എവിടെ ഉണ്ടെന്ന് അറിയാമോ? എന്തിനാ അരുൺ ഇപ്പൊ അയാളെ കണ്ടിട്ട്? ഈ ആഴ്ച കൂടി ഞാൻ അയാളുടെ സ്റ്റോറി ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ന് അയാളുടെ മുത്തച്ഛന്റെ ഓർമ്മ ദിവസമാണ്, ആർ ലേഡി കത്തീഡ്രൽ. അവിടെ കാണാനാണ് സാധ്യത. എക്സ്ക്യൂസ് മീ, 1 സെക്കൻഡ്, ഐ വിൽ ഗെറ്റ് മൈ ബാഗ്. നമ്മളിപ്പോ നേരെ അവർ ലേഡി കത്തീഡ്രലിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് നീ അയാളോട് പോയി സംസാരിക്കണം. ഞാൻ കൂടെ ഉണ്ടെന്നുള്ള കാര്യം അയാൾ അറിയരുത്. But why? എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ? അരുൺ, those photos are bloody fake. I swear on our love. അത് നിന്റെ ഉറപ്പ്. ഞാനും കൂടി ഒന്ന് ഉറപ്പിച്ചോട്ടെ. ചെന്ന് കാറിലേക്ക്. ഐ വിൽ കം. ചെല്ല്. നിധി, ചെല്ല്. അതിൽ അവർ ലേഡി കത്തീഡ്രൽ. നമ്മുടെ ആൾക്കാരായിട്ട് അങ്ങോട്ട് വാ. നൗ
I'm going to kill someone today. ചലേ ആരാ പപ്പ വന്നവര്? പുള്ളിയുടെ ഗേൾഫ്രണ്ടിനെ കാസ് ആരുമല്ല. ഇതൊന്നും വായിക്കരുത് നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ? പക്ഷേ പപ്പ, പുള്ളി ആരെയോ കൊല്ലൂന്ന് ഫോണിൽ കൂടി പറയുന്നത് ഞാൻ കേട്ടു. പുള്ളി എന്ത് വേണേലും ചെയ്യട്ടെ, നീ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ? വാപ്പാ, ക്ലാസ് തുടങ്ങാറായില്ലേ? വാ. അർജുൻ, ഹേയ്, ക്ലാസ് കഴിഞ്ഞ് പോകണോ? അതെ, എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. എന്നെ ആ ലേഡീസ് കത്തീഡ്രലിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ പ്ലീസ്? ഷുവർ, ഓപ്പൻ. താങ്ക് യു. Come. Arun, why are you doing this? ഞാൻ പറഞ്ഞു തന്നതുപോലെ അയാളോട് ചെന്ന് ചോദിക്കണം. ഓക്കെ? That man in the black blazer. ഞാൻ സിഗ്നൽ ചെയ്യുമ്പോൾ വന്നാൽ മതി. Autograph, please. Sir, please. You... Sir, autograph. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? New Indian. Oh. Thank you, sir. My pleasure. Ever. Amen. Hello, Yes. I'm Nidhi. Hi, Nidhi. What can I do for you? ഞാൻ കേട്ടിരുന്നു. അത് നിങ്ങളായിരുന്നല്ലേ? ഓ, ഐ എം സോറി. ആക്ച്വലി എൻ്റെ ഗേൾ ഫ്രണ്ടാണ് കാതറി. അവരാ സ്ഥാനത്ത്. സോറി, വാട്ട്സ് യുവർ നെയിം അഗെയിൻ? Nidhi. ഓ, നിധിയുടെ ഫോട്ടോ പേസ്റ്റ് ചെയ്താണ്. ഞാൻ അവർക്ക് ഇന്റർവ്യൂ കൊടുക്കാറില്ല. അതിന്റെ റിവഞ്ചാണ്. ഇഫ് യു കുഡ് കോപ്പറേറ്റ്, നമുക്ക് ഈ ഇഷ്യൂ ലീഗലി മൂവ് ചെയ്യാം. Amen. വന്ന് വന്ന് കാമുകന്മാരെ വിശ്വസിക്കാനേ പറ്റാതായിരിക്കും. Good day, Mr. Casanova. ഏയ്, come on. ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പോകൂ. സമീരയ്ക്കപ്പുറം, സൽസ ഡാൻസർക്കപ്പുറം. Who are you? അതറിഞ്ഞിട്ട് വേണം എവിടെ ട്രാപ്പ് വയ്ക്കണമെന്ന് തീരുമാനിക്കാൻ, അല്ലേ? ആദ്യ വാചകം മുതൽ ട്രാപ്പ് വയ്ക്കുമായിരുന്നു. തനിക്കൊരല്പം കൂടി പ്രായം ഉണ്ടായിരുന്നെങ്കിൽ. But you are too young for me. Just check it. ഒരു 2 കൊല്ലം കൂടി കഴിയട്ടെ. ഒരു 1-ാം നമ്പർ കെണി ഞാൻ ഒരുക്കി തരാം. എന്റെ പ്രായം എന്താന്ന് കരുതിയിട്ടാ ഇതൊക്കെ പറയുന്നത്? കാസനോവയുമായി 10 മിനിറ്റ് തികച്ചു ചിലവിട്ടാൽ പ്രണയത്തിൽ പെട്ടുപോകുമോ എന്ന് പേടിയുള്ള പ്രായം. ഒരുമിച്ചൊരു കോഫി ആകാമെന്ന് പറഞ്ഞാൽ വരാമെന്ന് തന്റോടത്തോടെ പറയാൻ പറ്റാത്ത പ്രായം. മറ്റന്നാൾ രാവിലത്തെ ഫ്ലൈറ്റ് ഞാൻ മടങ്ങും. നാളെ ദുബായിൽ എന്റെ അവസാനത്തെ ദിവസം. വൈകിട്ട് 4 മണി മുതൽ ഞാൻ ഹോട്ടൽ ഹയത്തിലുണ്ടാവും, സ്വീറ്റ് നമ്പർ 405-ൽ. സ്വയം വിശ്വാസമുണ്ടെങ്കിൽ I'll serve you the best coffee in the world. മിസ്റ്റർ കാസനോവ, നിങ്ങൾ കരുതുന്നത് പോലെയുള്ള ഒരു പെൺകുട്ടിയല്ല ഞാൻ. ദുബായിലെ അവസാനത്തെ സായാഹ്നം ഒറ്റയ്ക്കിരുന്ന് കോഫി കുടിച്ചുകൊള്ളുക. ഗുഡ് ബൈ.
നീ ഇന്ന് നേരത്തെ വന്നു? ക്ലാസ്സിന് നേരത്തെ തീർന്നു പപ്പ. എന്താടാ, എന്ത് പറ്റി? സുഖയില്ലേ? നത്തിങ്. ഒരു കോഫി എടുക്ക. Hello. Hi. Please. Yeah, come. Coffee? Sure. Cappuccino. Okay. Send me 2 cappuccino. Are you diabetic? Sugar undo? ഇല്ല. Send some French pastries. Casanova style. ചെറിയൊരു ചേഞ്ച് ട്രാവൽ പ്ലാൻസിൽ. ഞാൻ രാത്രി 8 o'clock ഫ്ലൈറ്റിന് മടങ്ങാണ്. സന്തോഷമായില്ലേ? വളരെ. ദുബായ് രക്ഷപ്പെട്ടു. സമീര, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പെട്ടെന്നായതുകൊണ്ട് എന്റെ പാക്കിംഗ് ഒന്നും തീർന്നിട്ടില്ല. പ്ലീസ് കം. ഞാൻ ഈ ക്ലോത്ത്സ് ഒക്കെ പാക്ക് ചെയ്യുമ്പോഴേക്ക് ആ മേശപ്പുറത്തിരിക്കുന്ന CD-യും ബുക്സ് ഒക്കെ എടുത്ത് ആ സൂട്ട് കേസ് വെക്കണം. കം പ്ലീസ്. എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. ഇരിക്കും പോയിട്ട് കാര്യമുണ്ട്. അവിടെയും വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരിക്കും കുറെ പേരല്ലേ? വെയിറ്റ് ചെയ്തിരിക്കാൻ കുറേ പേരുണ്ട്. പക്ഷെ സൂട്ട് കേസ് പാക്ക് ചെയ്ത് തരാൻ ഒറ്റ ആളില്ല. അതാണല്ലോ നമ്മുടെ പ്രശ്നം. അതാണല്ലോ ആർക്കും അറിയാത്തത്. പോയാ പിന്നെ നെക്സ്റ്റ് ഇയർ. അന്നേരത്തേക്ക് ആരുടെയെങ്കിലും കഴുത്തിൽ തൂങ്ങിയിട്ടുണ്ടാവും അല്ലേ? അതുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതാരായാലും അങ്ങേർക്കൊന്നും പരിശോധിച്ച് ബോധ്യപ്പെടേണ്ട ഗതികേടുണ്ടാവില്ല. എക്സ്ക്യൂസ് മീ, 1 second. ഇതിന്റെ മുകളിൽ ഒന്നിരിക്കാവോ? ഇത് അടയുന്നില്ല. പ്ലീസ് കം ഓൺ, കം ഓൺ. ആരും ക്ഷണിച്ചിട്ട് വരുന്നവരില്ല, വന്നു കയറുന്നവര്. ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണണം, സംസാരിക്കണം എന്ന് തോന്നുന്നവരെ മാത്രമാണ്. അങ്ങനെയുള്ളവര് വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ഞാനൊരു ടെററിസ്റ്റ് അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ലീവ്. കം ഓൺ, ഷാൽ വി ഡാൻസ്? Shukran, Mr. Casanova. Kulusana Vaintatoi. Shukran, Mr. Casanova. Kulusana Vaintatoi. Yeah. Thank you, Mr. Casanova. Wish you good days ahead. Shukran, Mr. Casanova. Kulusana Vaintatoi. Thank you. ഞാൻ എന്താ തരിക? Shukran, Mr. Casanova. Kalusana Vaintatoi. My God. ഇനി കാണോ എന്തെങ്കിലും? ആരെങ്കിലും തല്ലാൻ വരട്ടെ, അപ്പൊ വരാം രക്ഷിക്കാൻ. എല്ലാ കൊല്ലവും ഈ നഗരം വിടുമ്പോ പിറ്റേ കൊല്ലം വരെ ഇവിടെ ഉണ്ടായ അഡ്വഞ്ചേഴ്സിനെ എല്ലാം ഇവിടെ എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകാറാണ് പതിവ്. പക്ഷേ ഇത്തവണ I'll miss you. ഇനി ഞാൻ വരുമ്പോൾ ഒരു നിമിത്തം പോലെ
നമ്മൾ വീണ്ടും കാണുകയാണെങ്കിൽ പിന്നങ്ങോട്ട് എന്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. My car, Babana. Hey, I'm coming to you, my dear. For you? No. Why? Okay, take that. A lemon jelly for Lily. Thank you. Sweet candy for Sandy. Thank you, Luca. And berry strawberry for Terry. Hi. Hello, Mr. Casanova. What? Samira! Sasago! My God! I'm so sorry. ആകെ മാറിപ്പോയല്ലോ. കന്നഡ ഉണ്ടായിരുന്നില്ലേ? അത്രയും ഓർത്തല്ലോ, ആശ്വാസായി. ഒറ്റയ്ക്കാ വന്നേ? ഫ്രണ്ട്സുമായി. അല്ല, ബോയ് ഫ്രണ്ട്. എവിടെ? Where is he? The white tall guy? Oh, good. ഒരു വർഷത്തിനിടെ ഇത്രയൊക്കെ സംഭവിച്ചല്ലേ? ആക്ച്വലി 2-3 പേരുണ്ടായിരുന്നു. പിന്നെ 2 ദിവസത്തേക്കാണെങ്കിലും നിങ്ങളും. കൂട്ടത്തിന് നല്ലത് വേണമല്ലോ സെലക്ട് ചെയ്യാൻ. Yeah, of course. Yeah. Oh, Kathy! Coming! എപ്പോഴാ എനിക്കൊന്ന് കാണാൻ പറ്റുക? ആക്ച്വലി ഐ ആം വെരി ബിസി. 10 മണിക്കോ? ഒരു നിമിത്തം പോലെ വീണ്ടും കണ്ടതല്ലേ? പാതി വഴിക്ക് വിടണ്ട. Look, you know. നാളെ 5 മണിക്ക് സ്വിസ് കഫേ. The best coffee in the world. My number.
എന്തു പറഞ്ഞു? എന്നെ മനസ്സിലായി പോലുമില്ല. ഇവന്മാരൊക്കെ ഇത്രേ ഉള്ളൂ. ഇന്നൊരാളാണെങ്കിൽ നാളെ വേറൊരാള്. അതിനിടെ സമീര. എന്ത് സമീര? താൻ വെറുതെ ഫൂളായെന്നല്ലാതെ. അങ്ങനെ ഫൂളാകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ. കഫേ മാഡം. ഓ യാ. ഹലോ ഹലോ. സോറി മിസ്റ്റർ കാസനോവ, ഒരു ചെറിയ ചേഞ്ച്. ഇന്നെനിക്ക് വരാൻ പറ്റില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എന്റെ ബോയ് ഫ്രണ്ട് അർമാൻ. ഞങ്ങൾക്ക് വേറൊരു എൻഗേജ്മെന്റ് ഉണ്ട്. സോ മേ ബി സം അതർ ടൈം. ഇന്നായിരുന്നല്ലേ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നത്? സോറി, ഞാനത് വിട്ടുപോയി. വേറെ ചില കാര്യങ്ങളുള്ളതുകൊണ്ട് സോറി. ഏതായാലും സമീരയും വരാത്തത് നന്നായി. ഓക്കെ ഓക്കെ. സീ യു ദെൻ ആൻഡ് ഹാവ് എ നൈസ് ടൈം. ഈ അർമാൻ എന്ന് പറയുന്നത് ശരിക്കുള്ള ക്യാരക്ടറാണോ അതോ? അല്ലാതെ പിന്നെ ഞാനെന്താ നോവലിസ്റ്റോ ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുക്കാൻ? എങ്കിൽ പിന്നെ എന്തിനായിരുന്നു അങ്ങനെ ഒരു ഫോൺ കോളിന്റെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞ എന്തിനാ? വെറും ഒരു ഫ്രണ്ട് എന്നേ ഉള്ളൂ അതോ? ആണെന്നും പറയാം അല്ലെന്നും പറയാം. ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടില്ല. വേറെ 2-3 പേരെ പറ്റി പറഞ്ഞല്ലോ ഇന്നലെ. അവരൊക്കെ ആരാ? നമ്പർ 1 ജോനാസ്, ഹെൽത്ത് ക്ലബിലെ ട്രെയിനർ, ബ്രൈറ്റ് ഗായോ. 2 വർഷം കഴിഞ്ഞപ്പോ ചില ഈഗോ പ്രോബ്ലംസ്. നമ്പർ 2 രാംശങ്കർ, ഹ്യൂലറ്റ് പക്കാർഡിൽ അസിസ്റ്റന്റ് മാനേജർ, പ്ലസ് കാവൻഡിഷ് ലീഗിന്റെ ഹോക്കി ക്യാപ്റ്റൻ. പക്ഷേ യുനോ പ്രായം കുറച്ച് കൂടിപ്പോയി. 29. പിന്നെ ഇതാ ഇപ്പൊ അർമാൻ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹാൻസം ഗായ്. അന്ന് കാണുമ്പോ ഈ കക്ഷികൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അതന്നല്ലേ. 1 വർഷം എന്ന് പറയുമ്പോ എല്ലാവരുടെ ലൈഫിലും എന്തെല്ലാം മാറ്റങ്ങൾ വരാം. നമ്മളന്ന് ഹോട്ടലിൽ വെച്ച് ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷം നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ലേ ഒരുപാട് പേര്, ബ്രിട്ടീഷ് നോവലിസ്റ്റുകളെയും മറ്റാൾക്കാരുടെ ഭാര്യമാരെയും ഒക്കെ. പ്ലീസ്, are you free now? ആണെങ്കിൽ റൂമിലേക്ക് വന്നാൽ ബെസ്റ്റ് കോഫി ഇൻ ദ വേൾഡ്. Sure. Please. Okay. For the next 2 hours, no guests, no phone calls. Mamma mia. Please. ഹണി, ലാവൻഡർ പൂക്കളുടെ കാസനോവയുടെ സ്വന്തം പൂന്തോട്ടത്തിൽ നിന്ന്. താങ്ക് യു. വൗ, ഞാൻ കണ്ടിട്ടേ ഇല്ല ഫ്ലവർ ഫീൽഡ്സ്. റിയലി? എങ്കിൽ വരൂ. Come on, I'll show you. Come.
Hey, come in. Sit down. ഖജുരാഹോ ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗം. പക്ഷെ ഇത് കാണുമ്പോൾ ഇന്ത്യക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നാണം. ഹിപ്പോക്രസി എന്നല്ലാതെ എന്ത് പറയാൻ. ഇതിന്റെ ഹണിയാ? നോ, ഇതൊരു ഓർക്കിഡ് സ്പീഷീസിൽ പെടും. പെർഫ്യൂം മാനുഫാക്ചറേഴ്സിന്റെ ഫേവറേറ്റ്. ബ്യൂട്ടിഫുൾ. പ്ലീസ്. താങ്ക് യു. ഇത് ഇവിടുത്തെ ഫ്ലവർ ഫീൽഡാണ്. റോസ്മേരി ആദ്യ ചുംബനത്തിന് ശേഷം പുരുഷൻ സ്ത്രീക്ക് പാരിതോഷികമായി കൊടുക്കുന്ന പുഷ്പം. ഓഹോ, അപ്പോ ഈ പൂക്കൾ ഒരു ഫീൽഡ് മതിയാവില്ലല്ലോ സാറിന്. ഗുഡ് വൺ, ഗുഡ് വൺ. ഒരു കാര്യം ചോദിച്ചാ തെറ്റായിട്ട് എടുക്കോ? എന്താ? തെറ്റായിട്ട് എടുക്കുമെന്ന് അറിയണം. ചോദിച്ചു കഴിഞ്ഞാ യുനോ അതിനെ വേറൊരു അർത്ഥത്തിലെടുത്താൽ അത് ഭയങ്കര പോറായിട്ട് തോന്നും. ചോദിക്കണം. ഫസ്റ്റ് കിസ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ആരെയായിരുന്നു? സക്രിയായ. സക്കറിയ? ബോയ് ഫ്രണ്ട് എന്നും പറയാം. എന്റെ പപ്പയാ. You are unbelievable. Yeah. Hey, one second. Oh. Okay, I'll കുറച്ച് ഹണി എടുക്കട്ടെ. വേറൊരു പുഷ്പത്തിന്റെ it's little more strong. I'll get it for you. Mr. Casanova. Yes? Do you want to me? Good day, Mr. Casanova. സാർ, ബഹളം വെക്കുകയോ ഗ്ലാസ് തല്ലി പൊട്ടിക്കുകയോ ചെയ്യരുത്. ഞാൻ അന്വേഷിച്ചു. ആ കുട്ടി സൽസ പ്രാക്ടീസ് ചെയ്യാൻ പോയിരിക്കുക ആ പയ്യനോടൊപ്പം. എവിടെ അവളുടെ ലാൻഡ് നമ്പർ? എന്തിനാ? എടോ, എവിടെ അവളുടെ ലാൻഡ് നമ്പർ? എന്തിനാ ഇപ്പൊ അതിന് വിളിക്കുന്നേ? ഈ രാത്രിയില് സമീറയില്ലേ? ഇല്ലല്ലോ. ഇല്ലെന്നാ? മണി എത്രയായില്ലേ? നിങ്ങളാരാ? ഈടോ പ്രായപൂർത്തിയായ മാലുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടാവണം. അല്ല, പ്രായപൂർത്തിയായ മാല് പ്രായപൂർത്തിയായതിനു ശേഷവും പ്രായപൂർത്തിയാകാത്ത പോലെ പെരുമാറുമ്പോ പ്രായപൂർത്തിയെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല പ്രായപൂർത്തിയായ അച്ഛനമ്മമാർക്കുണ്ടാവണം. വെച്ചിട്ട് പോടോ. ഞാൻ പോവാ. പക്ഷെ ലാസ്റ്റിലെല്ലാം കൈവിട്ട് എന്നെ വിളിക്കല്ലേ. സാറിതെന്തോ ആ ഗബ്രിയലയുടെ കാര്യത്തിൽ പോലും ഇങ്ങനെ ഒരു ആദ്യം കണ്ടിട്ടില്ലല്ലോ. അതുപോലാണോ ഇത്? എന്തൊരു സൗണ്ടാണ്. അതുപോലല്ലേ ഇത്? അതുപോലെയല്ല. ഇതുവരെ കേറിറങ്ങിപ്പോയിട്ടുള്ള ഒരാളെ പോലെയല്ല. അവളെന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നല്ലോ. മനസ്സിൽ നിന്നിറങ്ങിപ്പോവാതെ വല്ലാതെ പിന്തുടരുന്നു.
എപ്പോഴത്തെയും പോലെ ഒരു അറേബ്യൻ ഹോളിഡേയിൽ തുടങ്ങി അതേ ഹോളിഡേയിൽ തീരുന്ന കൗതുകം അത്രേ കരുതിയിരുന്നുള്ളൂ. പക്ഷെ ഇത്തവണത്തെ അവധിക്കാലത്തിന് വല്ലാത്ത നീളക്കൂടുതൽ. അവസാനിക്കില്ല എന്ന് തോന്നുന്നത്ര നീളക്കൂടുതൽ. ഈ പറയുന്നത് ഇവനല്ലല്ലോ. അങ്ങനെ അല്ലെങ്കിൽ അതിലേറ്റവും സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. നാളെ സാർ ആ കുട്ടിയെ വിളിക്കണം, സംസാരിക്കണം. പക്ഷേ ഇനി അവള് വരും. വേറെ ഏത് പെണ്ണിനെയും പോലെ സാർ അവളെയും കണ്ടതുകൊണ്ടാ അവൾ ഇറങ്ങിപ്പോയത്. മനസ്സിൽ കള്ളമില്ലാതെ സാറ് വിളിച്ച അവള് വരും. ഞാൻ വിചാരിച്ചു സമീര വരില്ലെന്ന്. അതെന്താ? എന്തോ അങ്ങനെ തോന്നി. ഞാൻ പേഴ്സണൽ കാര്യം ചോദിച്ചോട്ടെ. ആ പയ്യൻ അർമാൻ, അയാളെ കുറിച്ചൊരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്ന് അന്ന് സമീര പറഞ്ഞിരുന്നല്ലോ. അത് പറഞ്ഞിട്ട് ഇപ്പൊ 2-3 ദിവസം കഴിഞ്ഞില്ലേ? ഇതിനിടയിൽ ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിലോ? പേടിക്കണ്ട. തീരുമാനം എസ് എന്നാണെങ്കിൽ കല്യാണത്തിനുള്ള ക്ലാസിന്റെ കോൺട്രാക്ട് സാറിന് തന്നെ തന്നേക്കാം. പോരെ? നമ്മൾ സ്ഥലമെത്താറായി. ഞാൻ ഫസ്റ്റ് ടൈമാ. സ്റ്റഡ് ഫാമിലോ? അല്ല, കുതിരയെ നോക്കാനും കാമുകിമാരെ വെക്കുന്ന മുതലാളിയുടെ സ്റ്റഡ് ഫാമിൽ. ഇത് അർമാന്റെ ഗ്രാജുവേഷൻ ഡേ. ചെക്ക് ഔട്ട് ഹിസ് ന്യൂ കാർ. ഇതവൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി എന്റെ ഫ്രണ്ടാ. അന്ന് പറഞ്ഞില്ലേ ഞാൻ വെറും കുട്ടിയാണെന്ന്? അപ്പൊ ഇനിയും പ്രതീക്ഷിക്കാം ഇതുപോലുള്ള ഒരുപാട് തമാശകൾ. കെയർഫുൾ. ഒരു അർമാനെ ഓർത്ത് ഒറ്റ രാത്രിയല്ലേ ഉറങ്ങാതെ കിടന്നുള്ളൂ. ഇറങ്ങാൻ പോകുന്ന ഗോസിപ്പ് മാഗസിനിൽ ഇത്തവണ ആരായിരിക്കും പാർട്ട്ണർ എന്നോർത്ത് ടെൻഷൻ അടിച്ച് കിടന്നിട്ടില്ലല്ലോ ഒരിക്കലും. എക്സ്ക്യൂസ് മീ. യെസ്. ഒരു 10 മിനിറ്റ് ഉണ്ടാവുമോ സ്പെയർ ചെയ്യാൻ? ഷുവർ, പ്ലീസ്. താങ്ക് യു. നേരിൽ പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് നിങ്ങളെ അറിയാമെന്ന് പറയുമ്പോൾ അതിലെല്ലാ ഡീറ്റെയിൽസും പെടും. ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ സ്വീറ്റ് നമ്പർ 405 വരെയുള്ള എല്ലാം. ചിലപ്പോഴൊക്കെ അതിനപ്പുറവും. നേര് പറഞ്ഞാൽ ആദ്യമൊക്കെ അസൂയ തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടുകാരികളുടെ വെറൈറ്റി കണ്ടിട്ട്. പിന്നെ അത് വെറുപ്പായത് അവരുടെ സ്വന്തക്കാരുടെ പകയും വേദനയും നിസ്സഹായതയൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ്. ഒക്കെ അറിഞ്ഞിട്ടും നിങ്ങളുടെ മുഖത്ത് നിന്ന് ഒരിക്കലും മാറാത്ത ആ നിസ്സംഗത കണ്ടിട്ട. What are you trying to? നീണ്ട ലിസ്റ്റിലെ പേരുകൾ നിങ്ങൾക്ക് വെറും ഇരകളാണ്. പക്ഷെ വേറൊരു ബയോഡേറ്റയിൽ അതൊരു അനിയത്തിയാണ്, അല്ലെങ്കിൽ മകളാണ്. അങ്ങനെ ഒരു അച്ഛന്റെ ക്ലീഷ്യസ് സെന്റിമെന്റ്സ് ആയിട്ട് കാണരുത്. പ്ലീസ് കീപ് സമീർ ഔട്ട് ഓഫ് യുവർ ലൈഫ്. സർ, ഒരു അവകാശവാദവുമില്ല. പക്ഷെ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ സാറിന്റെ ഒരു ക്ലയന്റിന്റെ മാഗസീനിൽ കാസനോവ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി അങ്ങോട്ടുണ്ടാവില്ലെന്നും എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ബയോഡേറ്റയിൽ ഒരുപാട് പേരിൽ ഒരാൾ എന്ന സ്ഥാനമല്ല സമീരയ്ക്ക്. നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സമീരയെക്കുറിച്ച് സംസാരിച്ചു, എന്നെക്കുറിച്ച് സംസാരിച്ചു, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച് സംസാരിച്ചു, നമ്മുടെ ഫ്ലാഷ് ബാക്കുകളെ കുറിച്ച് സംസാരിച്ചു. ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക?